അന്നയ്ക്ക് ഗോപിയേട്ടനൊപ്പം കളിക്കണം ഡാൻസ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ വിവാദം വാക്കുകളെ വിട്ടു പോവല്ലേ. ആള് ഒരു ആഗ്രഹം പറഞ്ഞു നമ്മളെടുത്ത് എല്ലാ പ്രാവശ്യങ്ങളും ഈ കാറിലൊക്കെ അല്ലേ പോണേ, നമ്മുടെ കൂടെ ഒന്ന് വന്നോടെ എന്ന് വിചാരിച്ചു, ഓട്ടോയില് പോവാന്ന് വിചാരിച്ചു. ഈ അന്നരാജനാണ് ഉദ്ഘാടനത്തിന് വരണേ, മുമ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പുറക്കുണ്ടല്ലോ, പിന്നില് നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിൻഭാരം കൂടുതലാണ്. അപ്പൊ എന്തായാലും മുമ്പിലായി അതൊന്നും പറയല്ലേ. ഞാനൊന്ന് കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായി. ഇനിയിപ്പോ വല്ല കുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിവാദമായി മാറും. അന്നരാജനാണ്, അതുകൊണ്ട് ആൾക്കാർക്ക് ബോറടിക്കില്ല. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. ബോബി ചെമ്മണ്ണൂര് എന്ന് പറയണ നമ്മളെ ബോച്ചെ. ഈ ബോച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. എന്താണെന്ന് വെച്ചാൽ മൂപ്പര് ഇടക്കിടക്ക് എയറിൽ പോണതാണ്. ഇടക്കിടക്ക് മറ്റുള്ള പറയുക റോക്കറ്റ് പോലെ ആകാശത്തേക്ക് പോകും. അത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ബോച്ച സംസാരിക്കണ ചില വാക്കുകളിൽ വരുന്ന പാളിച്ചകളാണത്. അപ്പോൾ ബോച്ച സംസാരിക്കുമ്പോൾ അതെന്താ ചിലതൊക്കെ ഒരു ഡബിൾ മീനിങ് പോലെയാണ് നമുക്കൊക്കെ തോന്നാറല്ല. ബോച്ച സംസാരിക്കണ ചില വാക്കുകളൊക്കെ ഡബിൾ മീനിങ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചിലവരെന്ത് ചെയ്യും, അത് ട്രോളാക്കിയിട്ട് മൂപ്പര് ഇടക്കിടക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ എയറിൽ കയറ്റലും ഉണ്ട്. പക്ഷെ അതൊക്കെ മൂപ്പര് അതിൻ്റേതായിട്ടുള്ളൊരു സ്പിരിറ്റിൽ തന്നെയാണ് ബോച്ച എടുക്കാറുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ബോച്ചൻ്റെ ഒരു പുതിയൊരു ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹണി റോസാണ് വന്നിരുന്നത്. അപ്പോൾ ഹണി റോസിനോട് അന്ന് ബോച്ച ഒരു കാര്യം പറയുന്നു, ഈ ഹണി റോസിനെ കാണുമ്പോൾ ഒരു കുന്തി ദേവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച എന്ത് ചെയ്യുന്നു, അന്ന് ആ സമയത്ത് എന്താണ് എയറിൽ പോയതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും മൂപ്പര് എന്ത് ചെയ്യുന്നു, ഒന്ന് താഴത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും ഇതേമാതിരി തന്നെ ഇപ്പം എന്താണ് ഒരു പുതിയൊരു മൂപ്പര് പറഞ്ഞ ഒരു സംസാരത്തിലൊരു ഡബിൾ മീനിങ് ആയിട്ട് മൂപ്പരപ്പം എന്താണ് വീണ്ടും എന്താണ് നമ്മളെ ബോച്ചപ്പോൾ എയറിലേക്ക് പോയിക്കാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു ഷോറൂമിൻ്റെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ സിനിമാ നടി അന്നാരാജന ഇപ്പോൾ വന്നിക്കണം. അപ്പോൾ അന്നാരാജനോട് ഇതേമാതിരി തന്നെ ഒരു ഡബിൾ മീനിങ് വാക്കൊക്കെ ആയിട്ട് മൂപ്പര് സംസാരിച്ചിരിക്കണം. അപ്പോൾ അത് കേട്ടിട്ട് ഇപ്പോൾ എന്താണ് വീണ്ടും ബോച്ച എന്താണ് എയറിലേക്ക് വയ്ക്കണം. അതെന്താ പറഞ്ഞിരിക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ആളുടെ സൈസ് വലിയ സൈസില്ല. ഡെമോ ഞാനൊന്നും പറയില്ല. ഞാനൊന്നും കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായി. ഇനിയിപ്പോ വല്ല കുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വിവാദമായി മാറും. അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഏറ്റവും വലിയൊരു സൈസാണ്. ഇപ്പോൾ ബോച്ചിനിപ്പോൾ ഇനി എങ്ങനെ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചാലും ഇപ്പോൾ സംസാരിക്കണതിൻ്റെ മുമ്പ് ചിലപ്പോൾ എന്ത് ചെയ്യും, മൂപ്പർക്ക് മനസ്സിലുണ്ടാകും ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നെ എല്ലാവരും എയറിൽ കയറ്റും, അതല്ലെങ്കിൽ ഇന്നതിനെ കുറിച്ചിട്ട് എല്ലാവരും ട്രോളെന്നൊക്കെ മൂപ്പർക്ക് അറിയും. ഒരുപാട് ട്രോളന്മാരൊക്കെ വരും ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ മൂപ്പർക്ക് അറിയും അത്. പക്ഷെ എന്നാലും മൂപ്പര് എന്ത് ചെയ്യും, അത് ട്രോളിയാലും വേണ്ടിയില്ല, കുഴപ്പമില്ലാന്ന രീതിക്കാണ് മൂപ്പര് സംസാരിക്കുന്നത്. പിന്നെ ആ ട്രോളണതൊക്കെ തന്നെയാണ് ഈ ബോച്ചൻ്റെ വിജയങ്ങളും. കാരണം ബോച്ച ഇങ്ങനെ പറയുമ്പോൾ പലരും അതിനെക്കുറിച്ച് ട്രോളും, അത് മൂപ്പരെ സക്സസ് ആണത്. അപ്പോൾ അതേ ശൈലിയിൽ തന്നെയാണ് മൂപ്പര് എപ്പോഴും പോകുന്നത്. ഏത് സന്ദർഭങ്ങളിലും ഇതേമാതിരി ഓരോ കാര്യങ്ങളും സംസാരിക്കും. പല സന്ദർഭം. ഇപ്പോൾ ഇത് എന്നല്ല, ഇപ്പോൾ ഈ ഇനാഗ്രേഷൻ്റെ പരിപാടിക്ക് എന്നല്ല, ഇങ്ങനെ ഓരോ ചില ഇൻ്റർവ്യൂവിൽ സംസാരിക്കലുണ്ട്. ചില സമയത്ത് ചില കടകളിലൊക്കെ പോകുമ്പോഴോ ഇനി ചിലപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഒക്കെ അതേമാതിരി പല കാര്യങ്ങളൊക്കെ എന്താണ് മൂപ്പര് ഇതേമാതിരി എന്ത് ചെയ്യും, ഇങ്ങനെ സംസാരിക്കലുണ്ട്. അത് കേട്ടിട്ട് എന്താണ് ബോച്ചനെ പല ആൾക്കാരും എന്താണ് എയറിൽ കയറ്റാറുമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഡബിൾ മീനിങ് ഇപ്പോൾ ബോച്ച സംസാരിച്ചാലും ബോച്ചനെ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കൊക്കെ എന്താണ് ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ചാൽ ബോച്ച ഈ പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതേമാതിരി തന്നെ നല്ല ചാരിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബോച്ച ചെയ്യണമെന്ന്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മളെ വയനാട് ദുരന്തത്തിൽ ബോച്ച 100 പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം
കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച രംഗത്ത് വന്നത് തന്നെയാണ്. അങ്ങനെ അതുപോലെ തന്നെ ബോച്ച ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ബോച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബോച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, എയറിൽ പോകും. അങ്ങനെ ഈ സംസാരത്തിൻ്റെ ഓരോ ഇതിൽ, കാരണം ബോച്ചൻ്റെ ഒരു സംസാര ശൈലിയാണത്. ഈ സംസാരത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതേമാതിരി എന്താണ് ബോച്ച സംസാരം. ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ നമ്മളൊരു നല്ലൊരു സദ്യ, ആ സദ്യക്ക് നമ്മളിപ്പോൾ ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ അതേമാതിരി പുളിശ്ശേരി, പിന്നെ അതേമാതിരി നമ്മളൊരുപാട് കൂട്ട് കറികളൊക്കെ ഉണ്ടാവുമല്ലോ. അതേമാതിരി നമ്മൾ അവിയൽ, തോരൻ, കിച്ചടി എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ഈ സദ്യക്ക്. ആ സദ്യക്ക് ഇങ്ങനെ എല്ലാം വിളമ്പിക്ക് ഇരിക്കുന്ന ഇടയിൽ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ആട്ടും കാട്ടം കൊടുന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഇപ്പോൾ ബോച്ചൻ്റെ ഒരു ഇത്. കാരണം ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാളിച്ചകളൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകും ബോച്ച.